നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വഴിയിൽ ഒടുങ്ങണേ, എന്റെ വീട്ടിൽ നിന്ന് പ്രാഗതപ്പച്ചി. അയ്യോ, ഇത് പ്രാക്കല്ല മോളെ, നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. നിന്റെ ജീവിതത്തിലെ 2 നേലുകൾ, 2 അപശകുനങ്ങൾ, 2 ദുർഭൂതങ്ങൾ ഇല്ലാതാവാനുള്ള പ്രാർത്ഥന. ഈ 2 എണ്ണത്തിന്റെ തല പോവാൻ വേണ്ടി എന്റെ തല മൊട്ടയടിക്കാനും തയ്യാറാ. തലയൊക്കെ അവരവരുടെ കഴുത്തിന് മുകളിൽ ഇരുന്നോട്ട് അപ്പച്ചി, എനിക്ക് മനസ്സമാധാനം കിട്ടിയാ മതി. അതങ്ങനെയല്ല മോളെ, നിന്റെ തലയിൽ ഇരിക്കുന്നവരുടെ തല പോണം, എങ്കിലേ നിന്റെ തലയിൽ ഇത്തിരി വെളിച്ചം കിട്ടൂ. ഭാര്യയുള്ളപ്പോ വേറെ ഒരുത്തെ കൂടെ കൂട്ടി ഗംഗയും ഗിരിജ ഒന്നിച്ചു കൊണ്ട് നടത്താൻ ഇവനാര്? മഹാദേവനോ? ഡോക്ടർ മോണഞ്ചൻ? ഒന്ന് നിർത്തപ്പച്ചി, ചുമ്മാ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഞാൻ പറയും, നിന്റെ ഭ്രാന്ത് മാറാനുള്ള കാര്യങ്ങളാ ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നു. അല്ലെങ്കിലേ ഭ്രാന്തി ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ. ഒടിവിദ്യ അറിയാവുന്ന നല്ലൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കോഴിത്തലയിലും കുമ്പളങ്ങയിലും കറുത്ത മെഴുകുതിരിയിലും ഉള്ള പ്രയോഗം. ഒന്നുകിൽ അപകടമരണം, അല്ലെങ്കിൽ ആത്മഹത്യ, അതും അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നാട് വിട്ടു പോകും. അപ്പച്ചി നിർത്താൻ. പറഞ്ഞിട്ടും അപ്പച്ചിക്ക് മതി വരുന്നില്ല മോളെ. നോക്കിക്കോ, ഈ കരിനാക്ക് കാഞ്ചനയുടെ പ്രവചനം ഫലിക്കും. അങ്ങോട്ട് വണ്ടിയിൽ പോകുന്ന നിരഞ്ജൻ ഇങ്ങോട്ട് പെട്ടിയിലേ വരൂ. ഇവിടുത്തെ ഉമർത്ത് കടത്തരുത്, നേരെ പൂവരണിയിലെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടേക്കണം. അവിടെ വെച്ച് കത്തിക്കോ കുഴിച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നിങ്ങളോട് നിർത്താനല്ലേ പറഞ്ഞ? ഞാൻ വിധവയായിട്ട് അപ്പച്ചിക്ക് എന്താ നേട്ടം? അപ്പച്ചിക്ക് ഒരു മകനുണ്ടായിരുന്നെങ്കിൽ മരിക്കാൻ പ്രാർത്ഥിക്കുമായിരുന്നോ? ഇതെന്ത് കൂത്ത്? നീ എന്താണ് ഇവിടെ? ചുമ്മാ കറങ്ങിത്തിരിഞ്ഞു പോയപ്പോ ഇവിടെ നിന്ന് പാളിയതാ. ഓ, പുതിയ ഇര ചൂണ്ടയെ കൊളുത്തിയല്ലേ? എന്തരാ? ഞാൻ കണ്ടു. നീ തന്നെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കുന്നു, നീ തന്നെ പഞ്ചർ ഒട്ടിച്ചു കൊടുക്കുന്നു. വളയ്ക്കാനുള്ള നിന്റെ കഴിവിനെ ഞാൻ സമ്മതിക്കുന്നു. അതേടാ ശേഖരെ, കഥയിലെ നായകനും വില്ലനും ഞാൻ തന്നെയാ. ഡബിൾ റോൾ രാമരാവണൻ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും പറയുക. ആ നിത്യയുടെ കണ്ണീരിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. തിരുത്താനും തിരിഞ്ഞു നടക്കാനും ഇനിയും നിനക്ക് സമയമുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് പോടാ. ശരത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. ദ അൺസ്റ്റോപ്പബിൾ എക്സ്പ്രസ്. പാളം തെറ്റാതെ സൂക്ഷിച്ചോണം. പോടാ. എന്തായാലും ആ പുതിയ പെൺകുട്ടി ഓർത്ത് എനിക്ക് സാധാപമുണ്ട്. പെണ്ണിന്റെ കണ്ണീര് സമ്പാദിക്കുന്നവനൊന്നും ജീവിതത്തിൽ ഗുണം പിടിച്ചിട്ടില്ല. ശരി, ഒരു ബിയർ അടിച്ചിട്ട് പോടാ. ഓ, ബിയറേ ഏത് ബാറിലും കിട്ടും. जिंदगी प्यार है जिंदगी. ഹലോ, ഒരു വിവരം പറയാനാ വിളിച്ചത്. എന്താ ശേഖർ? ശരത്ത് ഒരു പുതിയ ഇരയെ കണ്ടെത്തി കഴിഞ്ഞു. ഇരയോ? ആ, ഇരയെന്ന് പറഞ്ഞ ഒരു പുതിയ പെൺകുട്ടിയെ അവന്റെ പുതിയ കാമുകിയാക്കാൻ. ഏത് പെൺകുട്ടി? ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ശരത്തിന്റെ റൂട്ട് കൃത്യമായി അറിയാവുന്നോണ്ട് പറയുക. കുറി വരച്ച അവൻ കൊണ്ടുപോയിരിക്കും, ഉറപ്പാ. ഞാനിത് ദേവികയെ വിളിച്ച് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. എങ്ങനെയെങ്കിലും നിത്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രക്ഷപ്പെടുത്താൻ നോക്കാം. അല്ലെങ്കിൽ തീരും ആ കൊച്ചിന്റെ ജീവിതം. തീർക്കും അവൻ. ഞാൻ പറയാം. പിന്നെ പറയാനല്ലേ നമുക്ക് കഴിയൂ. തിരുത്താൻ അവരവർ തന്നെ ശ്രമിക്കണം. എന്തായാലും ശരത്ത് കൊടുക്കാൻ നോക്കുന്ന ആ പുതിയ പെൺകുട്ടിയുടെ വിവരങ്ങള് ശേഖർ ഒന്ന് കണ്ടുപിടിക്കണം. നിത്യയും രക്ഷപ്പെടണം, ആ കുട്ടിയും രക്ഷപ്പെടണം. ഞാൻ ശ്രമിക്കാം. എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്യാൻ നോക്കാം.
എന്തെങ്കിലും വിവരം കിട്ടിയാൽ ദേവിക അറിയിക്കണം. ശരി ശേഖർ. നിത്യ, എന്താ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ശരത്തേട്ടനെ കുറിച്ചുള്ള എന്തെങ്കിലും പുതിയ കള്ളക്കഥയായിരിക്കും അല്ലേ? പറയാനുള്ളത് ശരത്തിനെ കുറിച്ച് തന്നെയാ. പക്ഷെ അത് കള്ളക്കഥയൊന്നും അല്ല. എനിക്ക് കിട്ടിയ ഒരു വിവരം. അതിപ്പോ തെറ്റാവാൻ സാധ്യതയില്ല. ആരാണാവോ ആ മഹത്തായ വിവരം കണ്ടെത്തി തന്നത്? വിവരാവകാശ നിയമപ്രകാരം ശരത്തേട്ടനെ കുറിച്ച് വിവരശേഖരണം നടക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിത്യ, സുധേട്ടന്റെ സഹോദരി എന്നതിനപ്പുറം എന്റെ സ്വന്തം അനിയത്തിയായിട്ടാ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ സ്വന്തം കൂടപ്പുറപ്പായിട്ട്. നിന്റെ ജീവിതത്തില് ഒരു ദുരന്തമോ ദുഃഖമോ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതേതായാലും നന്നായി, നന്ദി. കൂടുതൽ സ്നേഹിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതി. നിത്യ, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ശരത്ത്. അവന് പല പെൺകുട്ടികളുമായിട്ട് മാതിരി കടന്ന ബന്ധമുണ്ട്. ഇപ്പോ ഏതൊരു പുതിയ പെൺകുട്ടിയുടെ പിന്നാലെയാ. ശരത്തിന്റെ തന്നെ ഒരു സുഹൃത്താ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. നിർത്താൻ! ഇനിയൊരു അക്ഷരം നിങ്ങൾ എന്റെ ശരത്തേട്ടനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, അതിന് മറുപടി പറയുന്നതേ എന്റെ കാലിൽ കിടക്കുന്ന ഈ ചെരുപ്പായിരിക്കും. നിത്യ, ഞാൻ ഇറങ്ങ, ഇവിടെ ഇറങ്ങി പോവാൻ. നിത്യ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇറങ്ങാനല്ലേ ഞാൻ പറഞ്ഞത്. എന്താ പ്രശ്നം? ഇവർക്ക് ഭ്രാന്താ. അമ്മയുടെ മരുമകളെ ഒന്നെങ്കിലും നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ചങ്ങലിക്കിടണം. നീ നിന്ന് ഉറഞ്ഞു തുള്ളാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാൻ എന്താ? നിന്റെ മരുമകൾ വല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കാണും. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ലോകത്തുള്ളവർക്കല്ല അമ്മയുടെ സ്വഭാവമല്ലേ കുത്തി അങ്ങോട്ട് തിരിക്കാൻ. എന്താ മോളെ കാര്യം? അമ്മ, ശരത്തിനെ കുറിച്ചൊരു കാര്യം ഞാൻ അറിഞ്ഞു. നിത്യയുടെ നന്മയോർത്ത് ഞാനതൊന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തോന്ന് കാര്യം? നീ എന്തിനാടി ശരത്തുമോന്റെ നിത്യയുടെ കാര്യം നോക്കുന്നത്? അങ്ങനെ ചോദിക്കും മുത്തശ്ശി. ഇത് തന്നെയാ ഞാനും ചോദിച്ചത്. മോളെന്താ അറിഞ്ഞത്? എന്താ പറഞ്ഞത്? അച്ഛാ, ശരത്തിന് വേറെ പല പെൺകുട്ടികളായിട്ട് അരുതാത്ത ബന്ധമുണ്ടെന്ന്. ഇപ്പൊ ഏതൊരു പുതിയ പെൺകുട്ടിയാ. നിർത്ത്! അയ്യോടാ, ഒരു പുതുമയുള്ള കാര്യം. ആമ്പിള്ളാരും പെമ്പിള്ളാരും തമ്മിൽ കണ്ടാലോ മിണ്ടിയാലോ ഒരു ബന്ധം മാത്രമല്ല. അതെങ്ങനെയാ? സ്വന്തം സ്വഭാവം വെച്ചല്ലേ മറ്റുള്ളവരെ അളക്കൂ. അമ്മേ, എന്തോന്ന് കുമ്മേ? സ്വന്തം കൊച്ചിന്റെ ജീവിതം തകർക്കുന്നവളെ തന്നെ കൊട്ടയിൽ ചുമന്നോണ്ട് നടന്നോ നീ? മോളോട് ഇതിപ്പോ ആരാ പറഞ്ഞേ? ശരത്തിന്റെ ഒരു സുഹൃത്ത് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞേ. കൂടെ നടന്ന് കുതുകാലി വെട്ടുന്ന സുഹൃത്തുക്കളെ കുറിച്ച് ശരത്തേട്ടൻ എപ്പോഴും പറയാറുണ്ട്. എനിക്കറിയാം അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ. അസൂയാണെന്നേ, അല്ലാതെന്താ? ഒപ്പം കഴുത്തു വെട്ടാൻ കുടുംബത്തിലുള്ളവരും വലിഞ്ഞു കയറിയവരും. ഇവിടെ ആരും വലിഞ്ഞു കയറി വന്നിട്ടില്ല. വലത് കാല് വെച്ച് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ആ കാലിന്റെ ഐശ്വര്യവും മഹിമയുമാ അവിടെ ആ തെക്കേ വശത്തിരിക്കുന്ന അസ്ഥിത്തറ. നിർത്തിക്കോ, കൂടുതൽ വർത്താനം പറയണ്ട.